എല്ലാ മക്കളെയും സൈലം ഓൺലൈൻ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റെഡി അല്ലേ മക്കളെ? നാളെയാണ് നമ്മുടെ പരീക്ഷ. എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡി അല്ലേ മക്കളെ? യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നാളത്തെ പരീക്ഷയിൽ നിങ്ങൾ കാണുന്ന ഒരു ചോദ്യമാണ് മാഷ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കളും വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചോളൂ. നമുക്ക് എന്ത് ചെയ്യാം, ആ ചോദ്യം നോക്കാം. അച്ഛാ ബച്ചോ ദേഖിയേ. യെസ്, ചോദ്യം നോക്കൂ മക്കളെ. എന്താണ് നമ്മുടെ ചോദ്യം? പോസ്റ്റർ പഠിക്കർ സവാലോं के जवाब लिखिए. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പോസ്റ്റർ നല്ല വൃത്തിയിൽ മനോഹരമായിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്യണം, സവാലോं के जवाब. സവാൽ എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്കറിയാം ചോദ്യങ്ങൾ എന്നാണ് അല്ലെ? സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ, ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം. അപ്പൊ എന്താണ്, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലിഖേ. നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം, കണ്ടെത്തണം. ഓക്കെ അല്ലേ? എന്തുമായി ബന്ധപ്പെട്ടിട്ടാണുള്ളത് മക്കളെ? യെസ്, എന്താണ്, യൗമേ മത്താലേക്ക ജിഷ്ന് അല്ലെ? എന്താണ്, വായനാ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. എന്താണ്, യൗമേ മുത്താലേക്ക ജിഷ്ന് അല്ലെ? എന്താണ്, വായനാ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് നമ്മോട് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പൊ എന്താണ്, അപ്പൊ ഈ ചോദ്യത്തിലൂടെ എന്റെ മക്കൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതും, അതേപോലെ എന്തെങ്കിലും പാരഗ്രാഫോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററോ തന്നാൽ അതിൽ നിന്നും ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്താം, ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും 3 ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിലൂടെ കിട്ടാൻ പോകുന്നത്. റെഡി അല്ലേ മക്കളെ? യെസ്. അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എന്റെ മക്കൾക്ക് പോസ്റ്റർ എങ്ങനെ എഴുതാം, ചോദ്യം എങ്ങനെ ഉണ്ടാക്കാം, ചോദ്യത്തിൽ നിന്ന് എങ്ങനെ ഉത്തരം കണ്ടെത്താം, ഇത്തരത്തിലുള്ള 3 ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. വളരെ കൃത്യമായി എന്റെ മക്കൾ ശ്രദ്ധിച്ചോളൂ. അപ്പൊ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, യൗമി മുത്താലിക്ക ജിസ്നി, ആദ്യം എന്തുമായി ബന്ധപ്പെട്ടതാണോ ആ ഹെഡിങ് നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്ററിൽ കൊടുക്കണം. അത് ഇവിടെ കൊടുത്തു. എന്താണ്, വായനാ ദിനാഘോഷം അല്ലെ? പിന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് PN പണിക്കർ കി യാദ് മേ അല്ലെ? PN പണിക്കർ കി യാദ്, യാദ് പറഞ്ഞ ഓർമ്മ. അപ്പൊ PN പണിക്കരുടെ ആ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് അല്ലെ, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ചിട്ടാണ് വായനാ ദിനം ചെയ്യുന്നത്, ആചരിക്കുന്നത്. ഇനി എന്ത് ചെയ്തിട്ടുണ്ട്, സൈഡിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. 19 ജൂണിനാണ് വായനാ ദിനം അല്ലെ, 2023. ഇനി ലൈബ്രറി ഹാൾ കാസർഗോഡിലെ ലൈബ്രറി ഹാൾ, ഒരു സ്ഥലം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോസ്റ്ററിൽ കൊടുക്കണം. കാരണം നിങ്ങളുടെ പോസ്റ്റർ കണ്ടിട്ട് വേണം ആര് വരാൻ, ഇതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ആളുകൾ വരാം. അപ്പൊ എന്ത് കൊടുക്കണം, സ്ഥലം കൊടുക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥലം നിങ്ങൾ എന്ത് ചെയ്യും, കൊടുക്കും. പിന്നെ ഇഫ്തിതാഹ്, ഉദ്ഘാടനം. ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ഭാസ്കരൻ മാസ്റ്റർ ആണ്. അദ്ദേഹം മഷ്ഹൂർ ഷായിറാണ്, പ്രശസ്ത കവിയാണ്, പ്രശസ്തനായ കവിയാണ്. ഇനി അവിടുത്തെ സദ്രാത്ത്, അധ്യക്ഷനായിട്ട് ആരാണുള്ളത്? ഫൗസിയ ബാനു, അദ്ദേഹം ഹെഡ് മിസ്ട്രസ് ആണ്. ഓക്കെ അല്ലേ? ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പോസ്റ്ററിന്റെ ഒരു രൂപമായി. ഇനി അവസാനം പൂർത്തീകരിക്കാൻ വേണ്ടി പോസ്റ്ററിന് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കണം, സബ്കാ ഖൈർ മുഖദ്ദം, ഏവർക്കും സ്വാഗതം, ഓൾ ആർ വെൽക്കം എന്നൊക്കെ നമ്മൾ പറയൂലേ, അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണത കൈവരിച്ചു. പിന്നെ നമ്മുടെ ക്ലബ് ഉണ്ടെങ്കിൽ പ്രേംചന്ദ് ഉറുദു ക്ലബ്ബ്, അതിന് ഇക്ബാൽ ഉറുദു ക്ലബ്ബ് അല്ലെ, അതേപോലെ ഗുൽഷൻ ഉറുദു ക്ലബ്ബ് അല്ലെ, ഇത്തരത്തിലൊക്കെ നമുക്ക് ഏതോ നിങ്ങളുടെ സ്കൂളിൽ ഒരു ക്ലബ്ബ് ഉണ്ടായിരിക്കും, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഇത്തരത്തിൽ കൊടുത്താൽ ഒരു പോസ്റ്റർ റെഡിയായി. അപ്പൊ ഒരു പോസ്റ്റർ ഈ വരുന്ന പരീക്ഷയിൽ, നാളത്തെ പരീക്ഷയിൽ ചോദിച്ചാൽ പോസ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറാക്കും. സെറ്റ് അല്ല മക്കളെ? യെസ്. ഇനി നമ്മോട് ചോദിക്കുന്നത് എന്താ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അല്ലെ? അപ്പൊ ചോദ്യങ്ങൾക്ക് ഉത്തരം എങ്ങനെ കണ്ടെത്താൻ നോക്കാം. അപ്പൊ ഇതിൽ ചോദിച്ച ആദ്യത്തെ ചോദ്യം, കിസ് പ്രോഗ്രാം കാ പോസ്റ്റർ ഹേ, ഇത് ഏത് പ്രോഗ്രാമിന്റെ അല്ലെ, ഏത് പ്രോഗ്രാമിന്റെ പോസ്റ്റർ ആണ് അല്ലെ? നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. യൗമേ മുത്താലേക്ക ജിസ്നി കാ പോസ്റ്റർ ഹേ, ഇത് വായനാ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള പോസ്റ്റർ ആണ്. ക്ലിയർ ആണോ? അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി നമുക്ക് രണ്ടാമതായി ചോദിച്ചത് എന്താ, പ്രോഗ്രാം കാ ഇഫ്തിതാഹ് കോൻ കർത്താ ഹേ, പ്രോഗ്രാമിന്റെ ഇഫ്തിതാഹ്, ഉദ്ഘാടനം ആരാണ് നിർവഹിക്കുന്നത്? ആരാണ് മക്കളെ? പ്രോഗ്രാം കാ ഇഫ്തിതാഹ് മഷ്ഹൂർ ഷാഹിർ ഭാസ്കരൻ മാസ്റ്റർ അല്ലെ? ഇഫ്തിതാഹ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭാസ്കരൻ മാസ്റ്റർ. എവിടുന്ന് നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് ഉത്തരം കണ്ടെത്തുന്നത് അല്ലെ? ഇനി ഇതിൽ മൂന്നാമതായി ചോദിക്കുന്നത് എന്താ, യോമേ മുത്താലെ ക്യോ മനായ ജാത്താ ഹേ, ലോക ഉറുദു ദിനം ക്യോ മനായ ജാത്ത, എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത്, എന്തുകൊണ്ടാണ്? യോമേ മുത്താലെ PN പണിക്കർ കി യാദ് മേ, PN പണിക്കരുടെ യാദ് മേ, ഓർമ്മ ദിനത്തോടനുബന്ധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വായനാ ദിനം നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്. റെഡിയാണോ ആചരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞൂടെ? അപ്പൊ ഇത്തരത്തിൽ എന്റെ മക്കൾ എന്ത് ചെയ്യണം, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്റെ മക്കൾ എന്തെല്ലാം, കിസ് ലെ, അതേപോലെ കോൻ, ക്യോം, കബ്, എപ്പോൾ, ഇതൊക്കെ എന്റെ മക്കൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക അല്ലെ? മാഷ് ഒന്ന് ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, ഒന്ന് എഴുതി തരാം. നിങ്ങൾ കൃത്യമായി ഒന്ന് ശ്രദ്ധിച്ചോളൂ. കോൻ ലെ, കഹാം ലെ, കേസെ, കബ് ലെ,
കോൻ കോൻ. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ചോദ്യം ഉണ്ടാക്കാൻ ഉപകാരപ്പെടും. എന്താണ്? കോൻ ആര്, കഹാം എവിടെ, കേസെ എങ്ങനെ, അല്ലെ? കേസെ പറഞ്ഞാല് എങ്ങനെ, കബ് എപ്പോൾ, അല്ലെ? കോൻ കോൻ ആര്, ആരെല്ലാം, അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യ ചിഹ്നങ്ങൾ എന്റെ മക്കൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ മക്കളെ? യെസ്. അപ്പൊ നാളത്തെ പരീക്ഷ എല്ലാവർക്കും എളുപ്പമാവട്ടെ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.